In this video, we are going to discuss about theory building. So, what is theory? നമ്മൾ പല സമയങ്ങളിലായിട്ട് നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു വേർഡാണ് തിയറി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാറുണ്ട്, ചില സബ്ജക്റ്റുകൾ തിയറിയാണ് കൂടുതൽ വരുന്നത്, ചില സബ്ജക്റ്റുകൾ പ്രോബ്ലം പേപ്പറുകളാണ്, കൂടുതൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസുകളാണ് വരുന്നത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് തന്നെയാണ് തിയറി. നമ്മൾ പറയുന്ന നമ്മുടെ ബിസിനസ് റിസർച്ച് മെത്തേഡ് ഒരു പക്ക തിയറി പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇതിലുള്ളത് കുറേ തിയറീസുകളാണ് ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. കുറേ ആളുകൾ കണ്ടെത്തിയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ്, റൂൾസുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേപ്പറാണ് എന്ത് ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അഥവാ ഒരു റിസർച്ച് നടത്താൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ റൂൾസ് വേണം, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് വേണം, ഏതൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, റിസർച്ചിന് എന്തെല്ലാം സ്റ്റെപ്സുകളുണ്ട്, ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന പേപ്പർ. ഇതിലൂടെ ഈ ഒരു തിയറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, അഥവാ എങ്ങനെയാണ് റിസർച്ചിൻ്റെ സ്റ്റെപ്സുകൾ, റിസർച്ചിൻ്റെ പല കാര്യങ്ങളും, പല തിയറീസുകളും, ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന പല തിയറീസുകളും എങ്ങനെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, പല ആളുകളും ഗവേഷണങ്ങൾ നടത്തിയിട്ടൊക്കെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂഷൻസുകൾ, ഈ ഒരു തിയറിയിലേക്ക്, റിസർച്ച് എന്നുള്ള നമ്മുടെ പാഠഭാഗത്തിലേക്ക് പല ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു റിസർച്ച് പേപ്പറിന് നമ്മൾ എന്തിനാണ് ഈ തിയറി പഠിക്കുന്നത്? ഈ ഒരു തിയറിക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഒരു ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ളൊരു പേപ്പർ പഠിക്കുന്നു, അടുത്ത സെമസ്റ്ററിന് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഥവാ നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു പ്രാക്ടിക്കലായിട്ടൊരു റിസർച്ച് നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് നടത്തുന്നുണ്ട്. ആ ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ള പേപ്പറിലെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അഥവാ ഈ ഒരു തിയറി, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഒരു തിയറിക്ക് എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അഥവാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത തിയറി നമ്മൾ പറയും, എന്തിനാണ് ആ ഒരു കാര്യം പഠിക്കുന്നത്, അതിന് നമ്മളെവിടെ ഉപയോഗിക്കുന്നില്ലല്ലോ. ഓക്കെ, അഥവാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത തിയറികൾക്കൊന്നും എന്തില്ല, വാല്യൂ ഇല്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ബിസിനസ് റിസർച്ച് മെത്തേഡിലുള്ള എല്ലാ തിയറീസുകളും ഇനി എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ വാല്യൂസ് ഉണ്ട്. ഇനി നമ്മൾ മറ്റൊരു പേപ്പർ എടുക്കാം, ഒരു മാനേജ്മെൻറ്റ് പേപ്പർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് പേപ്പർ, അതിലൊക്കെ പക്ക തിയറിയാണ്. ഒരു ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുള്ള ഒരു തിയറി പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പല ആളുകളുടെ പ്രിൻസിപ്പിൾസുകളുണ്ട്, റൂൾസുകളുണ്ട്, സ്റ്റേജസ് ഓഫ് പ്ലാനിങ് എന്നുണ്ട്, എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ആ ഒരു പേപ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അതിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ്. ഓക്കെ, അഥവാ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്താ പറയുന്നത്, 14 പ്രിൻസിപ്പിൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹെൻറി ഫയോൾ എന്നുള്ള ഒരു ഗവേഷകനാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഒബ്സർവേഷനിലൂടെയും റിസർച്ചിലൂടെയും കണ്ടെത്തി ഒരു 14 പ്രിൻസിപ്പിൾ. ആ ഒരു 14 പ്രിൻസിപ്പിൾസ് അത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതൊരു തിയറി ആയിരുന്നു, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ കൊണ്ടും ഒബ്സർവേഷൻസുകൾ കൊണ്ടും കണ്ടെത്തിയിട്ടുള്ള പ്രിൻസിപ്പിൾസുകളാണ്. അത് നമ്മൾ തിയറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിനെന്തുണ്ട്, അതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പഠിക്കുന്നത്? ഒരാവശ്യമില്ലല്ലോ. അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത തിയറികൾക്കൊന്നും എന്തില്ല, വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, എല്ലാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള എല്ലാ പ്രോബ്ലംസിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും എന്തുണ്ട്, ഒരു തിയറി ഉണ്ട്. ഏതൊരു കാര്യത്തിനും തിയറി ഉണ്ട്. തിയറിക്ക് എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു അക്കൗണ്ടൻസി പേപ്പർ അല്ലെങ്കിൽ അക്കൗണ്ടൻസി പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു പ്രോബ്ലം കിട്ടുന്നു, നമ്മളതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊരു പ്രാക്ടിക്കൽ വശമാണ്. ഈ ഒരു പ്രാക്ടിക്കൽ വശം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ അക്കൗണ്ട്സിൻ്റെ കോൺസെപ്റ്റുകൾ അറിയണം, അതൊരു തിയറിയാണ്. അക്കൗണ്ട്സിൻ്റെ റൂൾസുകൾ അറിയണം, സ്റ്റാൻഡേർഡ്സുകൾ അറിയണം, അതെല്ലാം പക്ക തിയറിയാണ്. ഈ ഒരു തിയറി അറിഞ്ഞ കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, ഏതൊരു പ്രാക്ടിക്കലിൻ്റെ പിന്നിലും എന്തുണ്ട്, തിയറി ഉണ്ട്. ഏതൊരു തിയറി കഴിഞ്ഞാലും എന്തുണ്ടാവണം, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത തിയറികൾക്കൊന്നും എന്തില്ല, വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തിയറി, അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. Theories are simply generalization that helps us better understand reality. റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ചില ജനറലൈസേഷൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയറീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ്, ഇതൊരു ജനറലൈസേഷനാണ്. അദ്ദേഹം ഗവേഷണം നടത്തിയ പല പല സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസാണ്, ജനറൽ പ്രിൻസിപ്പിൾസാണ്. ഇത് നമുക്ക് ഏതൊരു സ്ഥാപനത്തിലും ഇതെന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് തിയറീസ് എന്തല്ല, എല്ലാ തിയറീസുകളും ഒരു ജനറലൈസേഷനാണ്. അല്ലെങ്കിൽ ഐവൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി, അതെന്താണ്, ഒരു ആ ഒരു തിയറി ഒരു ജനറലൈസേഷൻ, ഒരു ജനറൽ കോൺസെപ്റ്റാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എവിടെയും നമുക്ക് ആ ഒരു തിയറി അപ്ലൈ ചെയ്യാൻ കഴിയും. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എവിടെയും നമുക്ക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ കഴിയും. അക്കൗണ്ട്സിൻ്റെ കോൺസെപ്റ്റ്സുകൾ അതൊരു തിയറിയാണ്. അല്ലെങ്കിൽ അക്കൗണ്ട്സിങ് സ്റ്റാൻഡേർഡ് ഒരു ജനറൽ തിയറി, ജനറലൈസേഷനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, തിയറീസ് ആർ സിംപ്ലി ജനറലൈസേഷൻസ് ദാറ്റ് ഹെൽപ്സ് അസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ജനറലൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയറീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ അടുത്തൊരു പോയിന്റ്, ഇഫ് എ തിയറി ഡസ് നോട്ട് ഹോൾഡ് ട്രൂ ഇൻ പ്രാക്ടീസ്, ഒരു തിയറിക്ക് എന്തില്ല, പ്രാക്ടീസ് ഇല്ല, പ്രാക്ടിക്കൽ വശം ഇല്ലാത്തൊരു തിയറി ആണെങ്കിൽ ദെൻ ദാറ്റ് തിയറി ഹോൾഡ്സ് നോ വാല്യൂ. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു തിയറിക്കും എന്തില്ല, വാല്യൂ ഇല്ല. ഫോർ എക്സാമ്പിൾ, ബിസിനസ് റിസർച്ച് മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഇതൊരു പക്ക തിയറി പേപ്പറാണ്. ഇതിൽ പല പല തിയറീസുകൾ വരുന്നുണ്ട്. ഇതിനൊന്നും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തില്ല, ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇതൊരു പക്ക തിയറി പേപ്പറാണ്, പക്ഷേ നമുക്കതിൻ്റെ അടുത്ത സെമസ്റ്ററിൽ നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ വശം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, അപ്പോൾ തിയറികൾക്ക് പ്രാക്ടിക്കൽ വാല്യൂ ഇല്ലെങ്കിൽ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ എന്തില്ല, അതിനൊരു വാല്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്താണ്, എ തിയറി ഈസ് ഫോർമൽ testable explanation of some events that include explanations of how things relate to one another. ഓക്കെ, തിയറി എന്ന് പറയുന്നത് ഒരു ഫോർമലാണ്, ടെസ്റ്റബിളാണ്, ഫോർമലാണ് ആയിരിക്കണം തിയറി. അഥവാ ഇൻഫോർമൽ അല്ല, ഫോർമൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ ആണെങ്കിൽ അതൊരു ഫോർമൽ പ്രിൻസിപ്പിളാണ്. അദ്ദേഹം ഗവേഷണം നടത്തുമ്പോൾ ഒരു ഗവേഷണത്തിന് എന്തൊക്കെ സ്റ്റേജസുകളുണ്ടോ അതൊക്കെ ഫോളോ ചെയ്തിട്ട് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു കാര്യം, അല്ലാതെ വെറുതെ ചുമ്മാ കുറച്ച് 14 പ്രിൻസിപ്പിൾ എഴുതി വെച്ചതല്ല അദ്ദേഹം. ഓക്കെ, പല പല ഗവേഷണത്തിനും, സയൻറ്റിഫിക്കലായിട്ടുള്ള പല ഗവേഷണത്തിനും ശേഷമാണ് എന്ത് നടത്തിയിട്ടുള്ളത്, ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാവട്ടെ, പല പല ഗവേഷണത്തിൻ്റെ ശേഷമാണ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അത് ഫോർമൽ ആവണം, അതുപോലെ തന്നെ ടെസ്റ്റബിൾ ആവണം. ഓക്കെ, അതിന് ടെസ്റ്റബിൾ ആണ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് അഥവാ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ടെസ്റ്റബിൾ ആണ്. നമുക്ക് ഏതൊരു സ്ഥാപനത്തിലും ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെക്ക് ചെയ്യാൻ കഴിയും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ അങ്ങനെയാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു തിയറി ശരിയാണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർമലായിരിക്കണം. ടെസ്റ്റബിൾ എക്സ്പ്ലനേഷൻ ഓഫ് സം ഇവൻറ്റ്സ്, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ടെസ്റ്റബിൾ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഫോർമൽ എക്സ്പ്ലനേഷനാണ്. ദാറ്റ് ഇൻക്ലൂഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ തിങ്സ് റിലേറ്റ് ടു വൺ അനദർ. ഓക്കെ, ആ ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലാക്കി തരുന്നുണ്ട് എങ്ങനെ ഒന്ന് മറ്റൊന്നിനെ ബന്ധിപ്പിക്കുന്നു, റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, തിയറി എന്ന് പറയുന്നത് ഒരു തിയറി മറ്റൊരു തിയറിയുമായിട്ട് എന്തുണ്ടാവും, ഒരു റിലേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറേ പല പല തിയറികൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ തിയറി ബിൽഡിംഗ് വരുന്നത്. ഓക്കെ,
അപ്പോൾ മനസ്സിലാക്കുക, ഇതാണ് തിയറി. തിയറീസ് ആർ സിംപ്ലി ജനറലൈസേഷൻ ദാറ്റ് ഹെൽപ്സ് അസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി. ഇഫ് തിയറി ഡസ് നോട്ട് ഹോൾഡ് ട്രൂ ഇൻ പ്രാക്ടീസ് ദെൻ ദാറ്റ് തിയറി ഹോൾഡ്സ് നോ വാല്യൂ. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് തിയറി. എന്തിനാണ് തിയറി എന്നുള്ളത്? ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു ഗെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് അമംഗ് വേരിയസ് ഫിനോമിനോ. ഓക്കെ, പല പല അപൂർവതയുള്ള കാര്യങ്ങളും അത് തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയറി പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അടുത്താണ് പ്രഡിക്ഷൻ. ഓക്കെ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് തിയറി എനേബിൾ ടു പ്രഡിക്റ്റ് ബിഹേവിയർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ ഫിനോമിനൻ ഫ്രം ദി നോളജ് ഓഫ് അനദർ ഫിനോമിനൻ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു അറിയുന്ന ഒരു കാര്യം, ഒരു തിയറി വെച്ചിട്ട് നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് കോൺസെപ്റ്റ്? ഓക്കെ, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എ ജനറലൈസ്ഡ് ഐഡിയ അബൌട്ട് എ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ്, ആട്രിബ്യൂട്ട്സ്, അക്യുറൻസ് or process that has been given a name. ഓക്കെ, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പല സമയങ്ങളിലും പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായോ എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാനിങ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം പ്ലാനിങ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പല ഓതേഴ്സും തന്നിട്ടുള്ള ഡെഫിനിഷൻ മനസ്സിലായോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, പ്ലാനിങ് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായോ എന്നുള്ളതാണ്. ഓക്കെ, അഥവാ ഒരു ജനറലൈസ്ഡ് ഐഡിയ, ആ ഒരു പ്ലാനിങ് എന്നുള്ള ആ ഒരു കുറേ തിയറീസുകൾ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നു, എന്നിട്ടാണ് ചോദിക്കുന്നതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ, അഥവാ ആ ഒരു തിയറിയുടെ ഒരു ജനറലൈസ്ഡ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളതാണ്. സോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എ ജനറലൈസ്ഡ് idea about a class of objects, attributes, occurrence or process that has been given a name. Next, concepts are abstraction of reality. ഒരു റിയാലിറ്റീൻ്റെ ഒരു അബ്സ്ട്രാക്ഷനെ നമ്മൾ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലീഡർഷിപ്പ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് മോറൽ, അസറ്റ്സ് ആൻഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇതിന് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 types ഓഫ് തിയറി, ഡിഡക്റ്റീവ് തിയറി അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് തിയറി. ഡിഡക്റ്റീവ് തിയറിന് നമ്മൾ മറ്റൊരു വേർഡിൽ പറയുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് വിളിക്കാം. ഇൻഡക്റ്റീവ് തിയറി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് നമ്മൾ ഇൻഡക്റ്റീവ് തിയറികളെ വിളിക്കും. ഓക്കെ, മനസ്സിലാക്കാം എന്താണ് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്നുള്ളത്. ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ് വർക്ക് ഫ്രം ദി മോർ ജനറൽ ടു ദി മോർ സ്പെസിഫിക്. ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് കാര്യം റീസണിങ് ചെയ്യുന്നതിന് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സംടൈം ദിസ് ഈസ് ഇൻഫോർമലി കാൾഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിനുള്ള ഒരു സ്റ്റെപ്പുകളാണ് എന്ത്? തിയറി. ആദ്യം ഒരു തിയറി നമ്മൾ ഫോം ചെയ്യുന്നു, നമുക്കൊരു തിയറി ഉണ്ട്, അതിൽ നിന്ന് ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. ഇങ്ങനെ 4 സ്റ്റെപ്പുകളുണ്ട് എന്തിന്? ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വി നോ ദാറ്റ് ഓൾ മാനേജേഴ്സ് ആർ ഹ്യൂമൻ ബീയിങ്സ്. എല്ലാ മാനേജേഴ്സും എന്താണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതൊരു തിയറിയാണ്. ഓക്കെ, വി നോ ദാറ്റ് രവി ഈസ് എ മാനേജർ. രവി എന്താണ്? ഒരു മാനേജറാണ്. ദെൻ വി ക്യാൻ ഡിസൈഡ് രവി ഈസ് എ ഹ്യൂമൻ ബീയിങ്. രവി എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ, ഇതിനാണ് നമ്മൾ ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. മനസ്സിലാക്കുക, ഇവിടെ ഏതാണ് തിയറി? ഇവിടെ ഒരു ജനറൽ തിയറി ഉണ്ട്. ഓക്കെ, എന്താണ്? ഓൾ മാനേജേഴ്സ് ആർ ഹ്യൂമൻ ബീയിങ്. ഇതൊരു തിയറിയാണ്. ഓക്കെ, ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, ഒരു കോൺസെപ്റ്റാണ്, അല്ലേ? എല്ലാ മാനേജേഴ്സും മനുഷ്യന്മാരാണ്, ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളതൊരു തിയറിയാണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഈ ഒരു തിയറി നമുക്ക് ഒരു കാര്യം നോക്കാണ്ടത് രവി ഒരു ഹ്യൂമൻ ബീയിങ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്കറിയാം ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. എന്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറയും. ഇപ്പോൾ മനസ്സിലാക്കുക, ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ട് റിസർച്ച് നടത്തുന്ന ആളുടെ ഒരു അറിവൊക്കെ വെച്ചിട്ടുള്ള അയാളുടെ ഒരു റിസർച്ച് നടത്തുന്നതിന് മുമ്പുള്ള ഒരു കൺക്ലൂഷനാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കൺക്ലൂഷനാണ്. റിസർച്ച് നടത്തുന്നതിന് മുമ്പ്
അദ്ദേഹത്തിൻ്റെ ഒരു അറിവാണ് എന്ത് ഹൈപ്പോത്തിസിസ്. അപ്പോൾ അയാൾ സെറ്റ് ചെയ്യാണ് രവി എന്താണ് ഒരു മാനേജർ ആവാം, അല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആവാം എന്നുള്ളത് എന്ത് അയാൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു. എന്നിട്ട് അയാൾ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടെത്തി രവി എന്നുള്ളത് എന്താണ് സാധാരണ കയ്യും കാലും ഒക്കെയുള്ള ഒരു ആളാണ് എന്നുള്ളത് എന്ത് ചെയ്തു അയാൾ ഒബ്സർവ് ചെയ്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു കൺഫേം ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഈ തിയറീസിന് ഈ ഡിഡക്റ്റീവ് തിയറീന് ഒരു സ്റ്റെപ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ആദ്യം തിയറി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ തിയറിയിൽ നിന്ന് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു, അത് ഒബ്സർവ് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. മനസ്സിലാക്കുക. ഇനി മറ്റൊരു എക്സാമ്പിൾ, എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും ബിസിനസ് റിസർച്ച് എന്നുള്ള ഒരു പേപ്പർ പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു തിയറിയാണ്. ഓക്കെ, ആ ഒരു തിയറിയിൽ നിന്ന് നമ്മൾ ഫായിസ് എന്നുള്ള ഒരു കുട്ടി ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് റിസർച്ച് എന്നുള്ള പേപ്പർ പഠിക്കാനുണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു തിയറി നമുക്കറിയാം, എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ള ഒരു പേപ്പർ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു തിയറി ആയിട്ട് നമുക്കിവിടെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ഫായിസിന് എന്തുണ്ട്, ഫായിസിന് നമ്മളെ കൺക്ലൂഷനിൽ പറയുകയാണ് ഫായിസിന് ഈ ഒരു പേപ്പർ പഠിക്കാനുണ്ടാവും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തതിലൂടെ നമ്മൾ കണ്ടെത്തി ഫായിസ് ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, എല്ലാ ഡിഗ്രി സ്റ്റുഡൻറ്റിനും തിയറി പഠിക്കാനുണ്ട്, ഫായിസ് എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും റിസർച്ച് പഠിക്കാനുണ്ട്, ഫായിസ് ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് ഫായിസിനും ബിസിനസ് റിസർച്ച് എന്നുള്ളൊരു പേപ്പർ പഠിക്കാനുണ്ടാവും എന്ന് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു ഫായിസിന് റിയലായിട്ട് ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ള പേപ്പർ പഠിക്കാനുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നു. ചിലപ്പോൾ അവനോട് ചോദിക്കുന്നതാവാം, അല്ലെങ്കിൽ അവന് ഒബ്സർവേഷനോ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടെത്തുന്നു ഫായിസ് എന്നുള്ള സ്റ്റുഡൻറ്റിനെ ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ള ഒരു പേപ്പർ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. അഥവാ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹൈപ്പോത്തിസിസ്, ആദ്യം നമ്മൾ റിസർച്ച് നടത്തുന്നതിന് മുമ്പേ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വന്നിരുന്നു, അത് ശരിയാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രസ്താവിക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കുക, ഒരു തിയറി ഉണ്ടാവും, ആ തിയറി ബേസ് ആയിട്ട് ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് കൺഫേം ചെയ്യുന്നു. മനസ്സിലാക്കുക, ഡിഡക്റ്റീവ് റീസണിങ് വർക്ക് ഫ്രം ദി മോർ ജനറൽ ടു ദ മോർ സ്പെസിഫിക്. ഒരു വേർഡിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ്റെ ഈ ഒരു മീനിങ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അഥവാ ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് എന്തിലേക്ക് വന്നു, ഒരു സ്പെസിഫിക് കാര്യത്തിലേക്ക് വന്നു. അഥവാ എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ള ഒരു പേപ്പർ പഠിക്കാനുണ്ട് എന്നുള്ളതൊരു ജനറൽ കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഫായിസ് എന്നുള്ള ഒരു സ്പെസിഫിക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് നമ്മളിവിടെ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് മറ്റൊരു ഡിഡക്റ്റീവ് റീസണിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പ്രമിസസ് ഇതാണ്, ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാ മനുഷ്യരും എന്ത് ചെയ്യും, അവസാനം മരിച്ചു പോകും. ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് അല്ലേ, ഒരു ജനറൽ തത്വമാണ്. ഓക്കെ, സോക്രട്ടീസ് ഈസ് എ മാൻ. സോക്രറ്റ് എന്ന് പറയുന്ന ആളെന്താണ്, ഒരു മനുഷ്യനാണ്. ഓക്കെ, ദെർഫോർ കൺക്ലൂഷൻ എന്താണ്, സോക്രറ്റ് ഈസ് മോർട്ടൽ. സോക്രറ്റും എന്താണ്, മോർട്ടലാണ്, മരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഡക്റ്റീവ് റീസണിങ്. അഥവാ ഒരു ജനറൽ കാര്യം എന്താണ് ഇവിടെ, ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളതാണ് ജനറൽ കാര്യം. ആ ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് ഒരു സോക്രട്ടീസ് എന്നുള്ള ഒരാളുടെ ഒരു സ്പെസിഫിക് ആളുടെ ഒരു കാര്യമാണ് ഇവിടെ റീസൺ ചെയ്തിട്ടുള്ളത്. അഥവാ ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്കറിയാം, ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിൽ നമ്മൾ ജനറൽ ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് കാര്യത്തിലേക്ക് വന്നു, റീസൺ ചെയ്തു. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് ഒരു ജനറൽ തിയറി, ഒരു ജനറൽ കാര്യത്തിലേക്ക് വരുന്നു, റീസൺ ചെയ്യുന്നു. അഥവാ ഇവിടെ എന്താണ്, സ്പെസിഫിക് ടു ജനറൽ ആണ്. ഓക്കെ, മനസ്സിലാക്കുക, ഇൻഡക്റ്റീവ് റീസണിങ് വർക്ക് ദ അതർ വേ.
മൂവിങ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു ദി ബ്രോഡർ ജനറലൈസേഷൻ ആൻഡ് തിയറി. ഓക്കെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസുകളിൽ നിന്ന് എന്തിലേക്ക് വരുന്നു, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇൻഫോർമലി സംടൈം കോൾ ദിസ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഓക്കെ, നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്നുള്ളതാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഓക്കെ, കൺക്ലൂഷൻ ഈസ് ലൈക്ലി ബേസ്ഡ് ഓൺ പെർമീസസിൻ്റെ ബേസിലാണ് നമ്മൾ കൺക്ലൂഷൻസുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്റ്റേജുകൾ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഓഫ് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. ഓക്കെ, ഇവിടെ ആദ്യം ഒബ്സർവേഷൻസുകളാണ് നടക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഡിഡക്റ്റീവ് അപ്രോച്ചിൽ ആദ്യം ഒരു തിയറി ഉണ്ട്. ആ തിയറിയിൽ നിന്നാണ് നമ്മൾ ഹൈപ്പോത്തിസ് സെറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അത് കൺക്ലൂഷനിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആദ്യം നമ്മൾ നടത്തുന്നത് ഒബ്സർവേഷൻസുകളാണ്. ഓക്കെ, ഒബ്സർവേഷൻസുകളിൽ നിന്നൊരു പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു. പാറ്റേണിൽ നിന്നൊരു ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിൽ നിന്നൊരു തിയറി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? ഓക്കെ, നമ്മൾ പറഞ്ഞു എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും എന്തുണ്ട്, റിസർച്ച് എന്നുള്ളൊരു പേപ്പർ പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിലൊരു ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യാൻ കുറേ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ പേപ്പറുകൾ എടുത്ത് പരിശോധിക്കുകയാണ്. എന്തൊക്കെല്ലാം അവർക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും സിലബസ് നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെയും എന്ത് ചെയ്യുക, അവരുടെയൊക്കെ സിലബസുകൾ, അവരുടെയൊക്കെ സബ്ജക്റ്റുകൾ, ഏതെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം അവർക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മളത് ഒബ്സർവ് ചെയ്യുന്നു. നമ്മളൊരു പാറ്റേൺ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, പല കുട്ടികൾക്കും എന്തുണ്ട്, എല്ലാ ഡിഗ്രി ഒരു സ്റ്റുഡൻസിനും എന്തുണ്ട്, ഒരു റിസർച്ച് മെത്തേഡ് എന്നുള്ള ഒരു പേപ്പർ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നു. പാറ്റേണിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ്, ഒരു ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്താണ് അല്ലേ, എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനെയും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവർക്കൊക്കെ ഒരു ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ളൊരു പേപ്പർ പഠിക്കാനുണ്ട്. ഓക്കെ, അതിലൂടെ നമ്മളൊരു തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. എന്ത്, എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ളൊരു തിയറി പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ തിയറി ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ഒബ്സർവ് ചെയ്തു. ഓക്കെ, ഒബ്സർവേഷൻ ചെയ്തു, അതിൽ നിന്നൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തു, ഒരു ഹൈപ്പോത്തിസിസ്, നമ്മുടെ ഒരു കൺക്ലൂഷൻ വന്നു. ആ ഒരു കൺക്ലൂഷനിൽ നമ്മളൊരു തിയറി ആയിട്ട് നമ്മൾ ഫോം ചെയ്തു വന്നു. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. നേരത്തെ നമ്മൾ ആദ്യം ഒരു തിയറിയിൽ നിന്ന് എന്തിലേക്ക് വന്നു, ഒരു സ്പെസിഫിക്കിലേക്ക് വന്നു. ഇവിടെ ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിന്ന് ഓക്കെ, പല സ്പെസിഫിക് കുട്ടികളെക്കുറിച്ച് പഠിച്ചു. ഓക്കെ, ഫായിസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് ഒരു തിയറി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് സ്പെസിഫിക് ടു ജനറലാണ്. സ്പെസിഫിക് കേസുകൾ കുറേ പഠിച്ചിട്ട് ഒരു തിയറി ആയിട്ട് ഫോം ചെയ്തു വന്നു. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സോക്രറ്റ് വാസ് ഗ്രീക്ക്. സോക്രറ്റ് എന്നുള്ള ആൾ എന്താണ്, ഗ്രീക്കാണ്, ഗ്രീക്ക് വംശജനാണ്. മോസ്റ്റ് ഗ്രീക്ക് ഈറ്റ് ഫിഷ്. കൂടുതൽ ഗ്രീക്കുകളും ഫിഷ് തിന്നുന്നു, മീൻ തിന്നുന്ന ആളുകളാണ്. സോക്രറ്റ് എയ്റ്റ് ഫിഷ്, അതാണ് കൺക്ലൂഷൻ. അതുകൊണ്ട് സോക്രറ്റ് എന്ത് ചെയ്യുന്നു, മീൻ കഴിക്കുന്നു. ഓക്കെ, ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ആദ്യം തിയറി അല്ല ഫോം ചെയ്തിട്ടുള്ളത്. ആദ്യം എന്താ, സോക്രറ്റ് വാസ് ഗ്രീക്ക് എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് കാര്യം, ഒരു സോക്രറ്റ് എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്പെസിഫിക് കാര്യമാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ പ്രമിസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തു, മോസ്റ്റ് ഗ്രീക്ക് ഈറ്റ് ഫിഷ്. കൂടുതൽ ഗ്രീക്കുകളും മീൻ തിന്നുന്ന ആളുകളാണ്, ഫിഷ് തിന്നുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് വന്നു, സോക്രറ്റ് എയ്റ്റ് ഫിഷ് എന്നുള്ളത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും. എക്സാമിന് കൺഫ്യൂസ്ഡ് ആവരുത്. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ, ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്ന് എന്ത് ചെയ്യാണ്, ടോപ്പ് ഡൗൺ ആണ്. സ്പെസിഫിക്കിലേക്ക് വരുന്ന ഒരു റീസൺ ചെയ്യുന്നതാണ്, സ്പെസിഫിക് ഇൻസ്റ്റൻസ്. ഓക്കെ, എന്നാൽ ഇൻഡക്റ്റീവോ സ്പെസിഫിക് ഇൻസ്റ്റൻസുകളിൽ നിന്ന് എന്തിലേക്ക് വരുന്നു, ജനറലൈസേഷനിലേക്ക് വരുന്നു. ഈ ഒരു ഐഡിയ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് എന്താണ് ഡിഡക്റ്റീവ് തിയറി, എന്താണ് ഇൻഡക്റ്റീവ് തിയറി എന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ.